con questo forte raffreddore è difficile per me parlare e per questo ho chiesto a mio fratello di leggere la catechesi. La leggerà meglio di me. സ്ത്രീകൾ പുരോഹിതരാകുന്നത് ആലോചിക്കുന്നത് പോലും പാപമെന്ന് കരുതിയ മതത്തിൽ വനിതകളെ ഡീക്കൻ പദവിയിലെത്തിച്ച വിപ്ലവകാരി, ഭിന്ന ലൈംഗികതയെ പാപത്തിന്റെ പട്ടികയിൽ നിന്ന് താഴ്ത്തിയ മഹാ ഇടയൻ, വിവാഹമോചനവും വിവാഹം കഴിക്കാത്തവരുടെ ഒരുമിച്ചുള്ള താമസവും മാരക പാപമല്ലെന്ന് പ്രത്യേക അധികാരം ഉപയോഗിച്ച് തിരുത്തിയ ദയാനിധി. ആമുഖമായി ഇത്രയുമൊക്കെ പറയണം ഫ്രാൻസിസ് പാപ്പായെക്കുറിച്ച്. LGBTQ+ വിഭാഗത്തെ മുഖ്യധാരയിലേക്ക് അദ്ദേഹം കൈപിടിച്ചു നിർത്തിയതോടെ ഭിന്ന ലൈംഗികതയും മാരക പാപത്തിന്റെ പട്ടികയിൽ നിന്ന് പുറത്തായി. ഇതോടെ വിവാഹമെന്നതിന്റെ നിർവചനം അതുപോലും കത്തോലിക്കാ സഭയ്ക്ക് പുനർചർച്ചകൾക്ക് വിധേയമാക്കേണ്ടി വന്നു. ഇതൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. ഇതൊന്നും പൂർത്തിയായ നടപടികളുമല്ല. പലതവണ പ്രത്യേക സിനഡുകൾ ഈ വിഷയത്തിന്റെ മാമൂലുകൾ മാറ്റാൻ ഫ്രാൻസിസ് പാപ്പ വിളിച്ചു ചേർത്തു. ആദ്യ സിനഡിൽ തന്നെ കർദിനാൾമാർ ഒന്നു ചേർന്ന് അദ്ദേഹത്തിന്റെ പരിഷ്കരണ നടപടികളെ വോട്ടിനിട്ട് തോൽപ്പിച്ചു. പരാജയം സമ്മതിക്കാൻ പക്ഷേ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. പോന്തിഫസിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് സിനഡിന്റെ ഘടന തന്നെ മാർപ്പാപ്പ മാറ്റി. സാധാരണ വിശ്വാസികളും സ്ത്രീകളും സന്യാസ സഭാ പ്രതിനിധികളുമൊക്കെ പഠന ഗ്രൂപ്പുകളുടെ ഭാഗമായി സിനഡിൽ പങ്കെടുത്തു, വോട്ട് ചെയ്തു. കൂടുതൽ ചർച്ചകൾക്കായി സിനഡിന്റെ രേഖകൾ ആഗോള കത്തോലിക്കാ സഭയുടെ അടിസ്ഥാന ശിലയായ ഓരോ വീട്ടിലുമെത്തി. അവിടെ നിന്ന് ഇടവകളിലേക്കും രൂപതകളിലേക്കും ചർച്ചകൾ കത്തിപ്പടർന്നു. ഈ വർഷം ഒക്ടോബറിൽ സിനഡൽ രേഖകളിൽ ചില തീർപ്പുകൾ ഉണ്ടാകുമോ എന്നറിയാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ചെയ്യുമെന്നാണ് കഴിഞ്ഞ വർഷത്തെ സിനഡ് അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് പാപ്പ പ്രഖ്യാപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച പഠന ഗ്രൂപ്പുകളുടെ റിപ്പോർട്ടുകൾ ഫെബ്രുവരി 18 വത്തിക്കാനിൽ എത്തുകയും ചെയ്തിരുന്നു. പൊന്തിഫസിന്റെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹം പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുമായിരുന്നു. യാഥാസ്ഥിതിക വിഭാഗത്തിന്റെ എതിർപ്പ് അവഗണിച്ച് അതിലേക്കെത്താൻ ഫ്രാൻസിസ് മാർപ്പാപ്പ തയ്യാറായിരുന്നോ? ഉത്തരം തരാൻ വലിയ ഇടയൻ ഇനിയില്ല. ആരോഗ്യ കാരണങ്ങൾ എന്ന് പറഞ്ഞ സ്ഥാനമൊഴിഞ്ഞ ബെനഡിക്ട് 16 പകരക്കാരനായി അർജന്റീനയിൽ നിന്ന് വന്ന ഹോർഹെ മാരിയോ ബെർഹോളിയോ വത്തിക്കാന്റെ അന്തഃപുരങ്ങൾ മാത്രമല്ല, ഈ കാലയളവിൽ ഇടനാഴികളും വെടിപ്പാക്കി. വത്തിക്കാന്റെ ഭരണം കൈയാളിയിരുന്നവർ ചിതറിക്കപ്പെട്ടു. ആഗോള കത്തോലിക്കാ സഭയുടെ അധികാര ശ്രേണിയിൽ മൂന്നാമനായിരുന്ന കർദിനാൾ ആഞ്ചലോ ബെച്ചു അഴിമതി കുറ്റത്തിന് വിചാരണ നേരിട്ട് ശിക്ഷിക്കപ്പെട്ടു. സഭ ഞെട്ടി. ഇയാൾ ഇന്നും തടവറയിലാണ്. കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിലെ ആദ്യ സംഭവം. കത്തോലിക്കാ സഭയ്ക്ക് ആഗോള മുഖച്ഛായ നൽകിയ പാപ്പ കൂടിയാണ് വിടവാങ്ങുന്നത്. മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ പരിഷ്കരണവാദികൾക്ക് കസേരയിട്ട് നൽകി അദ്ദേഹം. നാളിതുവരെ കർദിനാൾമാർ ഉണ്ടാകിട്ടില്ലാത്ത ചെറു രാജ്യങ്ങളിൽ നിന്ന് പോലും കർദിനാൾമാരെ ചേർത്ത് കർദിനാൾ സംഘം പരിഷ്കരിച്ചു. അതേസമയം ഇറ്റാലിയൻ കർദിനാളായ പിയേദ്രെ പരോളിൻ പോലെയുള്ള പ്രമുഖരെ ചേർത്ത് നിർത്തി മുഖ്യ ചുമതല നൽകാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. പൗരസ്ത്യ സഭകളുടെ തലവന്മാർക്ക് കർദിനാൾ പദവി എന്ന കീഴ്വഴക്കവും ഫ്രാൻസിസ് പാപ്പ കാറ്റിൽ പറത്തി. കേരളത്തിലെ സീറോ മലബാർ ഉക്രൈൻ സഭകളുടെ കാര്യത്തിൽ ലോകം ഇത് കണ്ടതാണ്. അധികാരമേറ്റ ആദ്യ നാളുകളിൽ തന്നെ വിശുദ്ധ പദവിയിലേക്ക് ജോൺ 23 പാപ്പയുടെ പേരുകൂടി കൂട്ടിച്ചേർത്തു അദ്ദേഹം. 2000 വർഷത്തെ കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിലെ വിപ്ലവമെന്ന് ഇന്നും വിശേഷിപ്പിക്കപ്പെടുന്ന രണ്ടാം വത്തിക്കൻ സുനഹദോസിന്റെ ശില്പിയെ വിശുദ്ധനാക്കിയത് വഴി ഫ്രാൻസിസ് പാപ്പ നൽകിയ സൂചന കൃത്യമായിരുന്നു. സഭ മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതിന്റെ അത്യാവശ്യം. പലതും ചെയ്യാൻ ബാക്കി വെച്ച് ലോകത്തോട് വിട പറയുന്ന ഫ്രാൻസിസ് പാപ്പ നിർത്തിയെടുത്തു നിന്ന് തുടങ്ങാൻ ഇനി വരുന്ന മാർപ്പാപ്പ തയ്യാറാകുമോ? കണ്ടറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.